അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ? ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധം. ഓർക്കണ്ടെന്ന് വിചാരിക്കും തോറും ഓർക്കുള്ളൂ. ഈ മണ്ണിലെങ്ങ സുബി അങ്ങനെ മരിച്ചുപോയി. പിന്നെ ഞാൻ ഒറ്റപ്പെട്ട് അങ്ങനെ നമ്മൾ വിഷമിച്ച് ഈ വിഷമങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും. ആ സമയത്ത് എനിക്ക് വിഷമം ഉണ്ടായില്ല, കാരണം ഒരു മരയിപ്പായിരുന്നു ആ സമയത്ത്. ഞാനൊന്നും അറിയണില്ല ആ സമയത്തൊക്കെ, കാരണം പെട്ടെന്ന് ഇങ്ങനെ ആയതുകൊണ്ടേ. അത് ഷൂട്ട് ചെയ്തത് ജാസി ചേട്ടനാണ് അത് ചെയ്തേക്കുന്നത്. ജാസി ചേട്ടൻ ഭയങ്കര ക്യാമറമാനാണ്. ജാസി ചേട്ടന് വേണമെങ്കിൽ സിനിമ ചെയ്യാനുള്ളൊരു ആംബിയർ ഉണ്ട്. എല്ലാവരും കാണണം എന്നെ തിരിച്ചറിഞ്ഞ അങ്ങനെ സുബിയുടെ രാഹുലല്ലേ എന്ന് കഴിയും. പിന്നെ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒറ്റപ്പെട്ട് ഇവരൊക്കെ പോയി അവരവരുടെ വീട്ടിലേക്ക് പോയില്ലേ. പിന്നെ ഞാൻ ഒറ്റക്കായില്ലേ, ഒന്നുമില്ലല്ലോ, ഫാമിലി ഒന്നുമില്ല. പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പലരും മറന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ മറക്കാണ്ട് കുറേ പേര് ഇതിൻ്റെ പറയുന്നുണ്ടല്ലോ. സുബിയുടെ അമ്മയൊന്നും ഇതിൽ നിന്നൊന്നും മുക്തി പ്രാപിച്ചിട്ടില്ല. ശ്രീകണ്ഠൻ സാറാണ് ശരിക്കും നിങ്ങളുടെ കാര്യം നാട്ടുകാരെ അറിയിക്കുന്നത്. അനൗൺസ് ചെയ്ത് ആ മാസം തന്നെ ഇത് സംഭവിക്കുകയും ചെയ്തു. വേറൊരു മാസത്തേക്കും കൂടി പോയില്ല. പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒത്തില്ല. പാവമാണ്, തൻ്റെ ഇട അഭിനയിക്കണായിരുന്നു. ഉള്ളുകൊണ്ട് പാവാം. ഇത് തൻ്റെ ഇട അഭിനയിച്ചില്ലെങ്കിൽ പിടിച്ചിക്കാൻ പറ്റില്ലെന്ന് പറയണം. മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ. രാഹുലാണ് നമുക്കിപ്പോൾ ഉള്ളത്. രാഹുലെ നമസ്കാരം. ഓർമ്മ ദിനത്തിന് രാഹുൽ പോസ്റ്റ് ചെയ്യുന്ന ആ പോസ്റ്റ് ഞാൻ കാണുന്ന സമയത്ത് എൻ്റെ പകുതി കണ്ടപ്പോൾ എന്നത് മതിയാക്കി. കാരണം എനിക്കത് മുഴുവനും കാണണ്ടെന്ന് തോന്നി. എന്താണ് റിലേറ്റ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാഹുലിനെയാണോ സുബിയാണോ ഞാൻ ഓർത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയത് സുബി മരിച്ചു, ഇപ്പോൾ രാഹുൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ രാഹുൽ എങ്ങനെയായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ രാഹുൽ അങ്ങനെ ആയിരിക്കില്ല കണ്ടിരിക്കുന്നത്, അതൊരു ഓർമ്മ പങ്കുവെച്ചതായിരിക്കാം. പക്ഷേ എനിക്കത് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അപ്പം സ്റ്റോപ്പ് ചെയ്തു. അത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. സുബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണത്. ഞങ്ങൾ വെറുതെ പാടിക്കൊണ്ടൊക്കെ നടക്കും, അതുണ്ട്. പിന്നെ സുബി മരിച്ചപ്പോഴൊന്നും ഞാൻ യാതൊരുവിധ പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും പിന്നെ ഒരു വർഷം കടന്നു പോയത് നമ്മൾ അറിഞ്ഞില്ല. നമ്മളെപ്പോഴും സുബിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലൊരു വീഡിയോ അത് സ്ഥലം മ്യൂണിക്ക്, ജർമ്മനിയിലല്ലേ. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ആ സമയത്ത് ഉറക്കം വന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് നടക്കാൻ മടി. അപ്പം അങ്ങനെ അത് ഷൂട്ട് ചെയ്തത് കേരളത്തിലെ പ്രശസ്തനായൊരു സംഗീത സംവിധായകനും ഗായകനും ഒക്കെയാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇവരുടെ പ്രിയപ്പെട്ട ആളാണ്, ജാസി ചേട്ടനാണ് അത് ചെയ്തേക്കുന്നത്. ജാസി ചേട്ടൻ ഭയങ്കര ക്യാമറമാനാണ്. ജാസി ചേട്ടന് വേണമെങ്കിൽ സിനിമ ചെയ്യാനുള്ളൊരു ആംബിയർ ഉണ്ട്. പിന്നെ അതൊക്കെ പുള്ളിക്ക് അറിയാം, പക്ഷേ സംഗീതം വിട്ടിട്ട് പുള്ളിക്ക്. അപ്പം ജാസി ചേട്ടനാണത്. പുള്ളി എപ്പോഴും മറ്റുള്ളവരുടെ ഇതൊക്കെ ഭംഗിയായിട്ട് നമുക്ക് അയച്ചു തരും. നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്യണ കോൺഷ്യസ്ലി നിങ്ങൾക്ക് അറിയാവോ? പിന്നെ ഷൂട്ട് ചെയ്യുന്ന അറിയാം. അറിയാത്തത് എടുക്കാറുണ്ട്. എല്ലാം ഉറങ്ങിപ്പോണത് അങ്ങനെയൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടി എടുക്കണതാണ്. പക്ഷെ ഇത് പിന്നീട് ഇങ്ങനെ ഒരു ഉപയോഗത്തിലേക്ക് വരുമെന്ന് നമുക്കറിഞ്ഞൂടാ. പിന്നീട് അയച്ചു തന്നു. അല്ല ഇപ്പം ഇതിപ്പോൾ ഓർമ്മ ദിനത്തിന് അത് ഇങ്ങനെ ഇടയല്ലേ. അപ്പം അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടാനുള്ളതാവുമോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മുടെ രീതി ഇങ്ങനെ ഇടാനാണ്. സുബിയുടെ അടുത്ത് അങ്ങനെ കുറെ കളക്ഷൻ കാണണം. പിന്നെ അതൊരു വെളുപ്പംകാലം 3 മണിയാണ് അത്. രാഹുൽ ശരിക്കും ആ ഓർമ്മകളിൽ നിന്ന് മറികടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എങ്കിലും അതിനുള്ളിലാണ് ഇപ്പോഴും. അല്ല, ഓർമ്മ ദിനത്തിൽ നമുക്കിത് ചെയ്തല്ലേ പറ്റുള്ളൂ. പലരും മറന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ മറക്കാണ്ട് കുറേ പേര് ഇതിൻ്റെ പറയുന്നുണ്ടല്ലോ. സുബിയുടെ അമ്മയൊന്നും ഇതിൽ നിന്നൊന്നും മുക്തി പ്രാപിച്ചിട്ടില്ല. പിന്നെ പറയുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരാൾക്ക് അവരുടെ മോള് മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് അതല്ലേ ഏറ്റവും വലിയ വിഷമം. ഞാനൊക്കെ അത് കഴിഞ്ഞിട്ട് അവനുള്ളൂ. അമ്മയ്ക്ക് മോള് പോയതാണ് ഏറ്റവും വലുത്. എനിക്ക് അങ്ങനെ തോന്നിയേക്കണത്. പിന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട്. മറികടന്ന് പോയേ മതിയാവും, അല്ലാണ്ട് വേറെ മാർഗമില്ല. പ്രോഗ്രാംസിന് പോകുമ്പോൾ മിസ് ചെയ്യും എന്തായാലും. രാഹുലിന് മിസ് ചെയ്യും.
കലാഭവൻ്റെ എല്ലാ പരിപാടിയിലും സുബി വന്നിരുന്നല്ലേ. ഇപ്പം ഞങ്ങൾ കലാഭവന് ഈ പ്രാവശ്യം പരിപാടി കൂടുതലാണ്. അപ്പം എല്ലാ പരിപാടിയിലും സുബി ഉണ്ടാവും. സുബിയായിട്ട് കുറേ പുതിയ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പ്ലാനിങ്ങിലൊക്കെ ഇങ്ങനെ വെച്ച് സുബിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി കൂടുതലായേനെ പരിപാടി നന്നാവും. പക്ഷെ അതെല്ലാം മാറിപ്പോയി. ഇപ്പോഴും ഓരോ പ്രോഗ്രാംസ് വരുമ്പോൾ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ സുബിയുടെ അല്ല ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും ആലോചിക്കും. നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരൊക്കെ പറയും, സുബി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമ്മൾ പരിപാടിക്കൊക്കെ ചെല്ലുമ്പോഴൊക്കെ തിരിച്ചറിഞ്ഞ് എന്നവരൊക്കെ ഉണ്ട്. ചിലപ്പോൾ വിഷമം ഉണ്ടാവും, ചിലപ്പോൾ ഓരോ നമ്മുടെ മൂഡ് മനുഷ്യനല്ലേ, പല മൂഡിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം കയറിയിട്ടില്ല ഇതുവരെ. കാരണം സുബിയുടെ കാര്യം പറഞ്ഞല്ലേ വന്നത്. അതെ അതെ അതെ. പക്ഷെ സുബിയോടുള്ള ഇഷ്ടം ഇപ്പോൾ രാഹുലിനോടും ഉണ്ട് ആളുകൾക്ക്. കാരണം ഞങ്ങൾ തന്നെ വിട്ട വീഡിയോയുടെ അടിയിൽ രാഹുലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, രാഹുലിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ ഒരു ഇത് കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. സുബിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലെ കലാരംഗത്തൊന്നും അങ്ങനെ വലിയ മികച്ച പ്രവർത്തനമൊന്നും കാഴ്ചവെച്ചിട്ടൊന്നുമില്ല. നമ്മൾ പക്ഷേ അത്യാവശ്യം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ആണെങ്കിലും ഇത് പ്രോഗ്രാം എന്നും പറഞ്ഞാൽ അങ്ങനെ നമ്മളങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റൊന്നും ആയിരുന്നില്ല. അത് ഇതിങ്ങനെയൊക്കെയല്ലേ നമ്മളെ പെട്ടെന്ന് അറിഞ്ഞ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ. സ്റ്റേജിൽ കയറുമായിരുന്നല്ലോ. ആണാണ്, ഞാൻ കയറും. ഞാൻ മ്യൂക്രിയിൽ 4 തവണ യൂണിവേഴ്സിറ്റി ഉണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ മ്യൂക്രിയിലൊക്കെ. പിന്നെ അത്യാവശ്യം പ്രോഗ്രാം എല്ലാ പ്രശസ്തരുടെയും പോയിട്ടൊക്കെ ഉണ്ട്. ഈ സുബിയുടെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ അന്നും ചർച്ച ചെയ്ത കാര്യമാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇനി ആർക്കും അങ്ങനെ വരരുത് എന്നുള്ളത് കൂടെ കൊണ്ടാണ്. അപ്പോൾ വർക്കഹോളിക് ആയിരുന്ന ഒരാളായിരുന്നു. അപ്പം കൂടെ നടക്കുകയാണല്ലോ രാഹുലും. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് രാഹുലിന്, അയാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ അടുത്ത സ്ഥലത്ത് നിന്നാൽ കിട്ടിയെന്ന് ഭക്ഷണം. അപ്പോഴൊക്കെ പിന്നെ എയർപോർട്ടിനകത്ത് ആർക്കാണ് ഭക്ഷണം കഴിക്കാൻ പറ്റണത്? ഒരു ചായക്ക് 200 രൂപ, ഒരു ബർഗറിന് 400 രൂപ വെച്ച് ആരാണ് അത് കഴിക്കണത്? അപ്പോൾ പിന്നെ വേണ്ടെന്ന് നോക്കി നമ്മൾ. പക്ഷെ അങ്ങനെ നോക്കിയിട്ടില്ല എങ്കിൽ പോലും ചില സമയങ്ങളിൽ അതൊരു കാരണമായിട്ട് എടുക്കും. ഇത്ര 4 പേര് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ മണി ആലോചിക്കുമല്ലോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതെ, നമ്മുടെ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും പോവുക? അയ്യോ ദൈവം ഇത്ര നേരം ചായ കുടിച്ചിന് 4 പേർക്ക് 8,000 രൂപ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇത് തോന്നും. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ സുബിയൊക്കെ ഭയങ്കര ഒതുക്കുള്ള. അപ്പോൾ ഇങ്ങനെ മണി മാനേജ്മെൻ്റ് ഒക്കെ അറിയാവുന്നൊരു ലേഡിയായിരുന്നു. അനാവശ്യ ചിലവൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്ന ചിലപ്പോൾ കഴിക്കുമ്പോൾ കഴിക്കും. അങ്ങനെയാണ് ഡിസോർഡർ. ഈ സുബിന്ന് തന്നെയല്ല, ഒരു 95% കലാകാരന്മാരും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വർക്കിൻ്റെ ഇതനുസരിച്ച് സാധ്യത കുറവാണ്. ചിലവരൊക്കെ ഉണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ കഴിക്കണത്. അവർക്ക് ആരോഗ്യം ഉണ്ടാവും. സുബിനല്ല ഭക്ഷണം ഞാനൊക്കെ. ഈ ശ്രീകണ്ഠൻ സാറാണ് ശരിക്കും നിങ്ങളുടെ കാര്യം നാട്ടുകാരെ അറിയിക്കുന്നത്. അതുവരെ അത് ഒന്നുകിൽ നിങ്ങൾക്കേ അറിയാവൂ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണയില്ലായിരുന്നു. പക്ഷെ ശ്രീകണ്ഠൻ സാറ് വിളിച്ചു പറയുന്നതോടുകൂടി സുബി അതൊരു അനൗൺസ്മെന്റ് പോലെ. അതെ, ആ സമയത്ത് രാഹുൽ അത് കേൾക്കുമ്പോൾ രാഹുൽ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, സുബി അത് പറയണ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. സുബി പറഞ്ഞ് എനിക്ക് എതിർപ്പില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് തറക്കൂല. ആദ്യമൊന്ന് ഞെട്ടി, അത്രേ ഉള്ളു. അങ്ങനെ പറയും ആ വേദിയിലെന്ന് വിചാരിച്ചിരുന്നില്ല. ഇല്ല, അങ്ങനെ പറയാനുള്ള വേദിയല്ല അത്. അതെ, അതാണ്. പക്ഷെ ആ വേദിയുടെ അതിന്റെ ജനിതകം തന്നെ മാറിപ്പോയി. അതിന്റെ ആ പരിപാടിയുടെ പിന്നെ അത് കല്യാണാലോചനയും പെണ്ണുകാണലോ ആയിപ്പോയി. അത് ശ്രീകണ്ഠ സാറ് അതിലേക്ക് പിടിച്ച് സാറ് പിന്നെ കല്യാണം നടത്തി അടങ്ങോളും. പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി വെക്കും, അത് ഒരുമിച്ച് വരും. പുള്ളി ഇപ്പൊ നമ്മളെയൊക്കെ പേരെടുത്ത് വിളിക്കും. നേരത്തെ പരിചയമുണ്ടെങ്കിൽ പോലും പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒത്തില്ല, മറ്റേത് പറയണ പോലെ. സാറ് ശരിക്കും സുബിയുടെ വാർത്ത കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആയിപ്പോയി സാറ്. അപ്പോൾ ആ സമയത്ത് സാറിന്റെ മനസ്സിലും ഒരുപാട് ഇതുണ്ടായെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് പുള്ളിയുടെ മുഖത്തുണ്ടല്ലോ, നമ്മൾ പല സ്ഥലത്തും കാണുന്നു. പുള്ളിക്കൊന്നും നമ്മളെ കണ്ടിട്ട് എന്ത് പറയണമെന്നൊന്നും, പുള്ളി എന്ത് പറയുമെന്നായിപ്പോയി എന്നെ കണ്ടപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ പുള്ളിയുടെ കൺവെട്ടത്ത് വരാണ്ട് മാറിയിരുന്നു. കാരണം
പുള്ളിനെ ശ്രീകണ്ഠ സാറിന് അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് ഒഴിവാക്കി കൊടുക്കണം. കാരണം ഞാൻ എന്നാ പുള്ളിക്ക് എന്തെങ്കിലും എന്നോട് പറയേണ്ടി വരും. അപ്പോൾ ഇത് ഈ ലോകത്തിനോട് വിളിച്ചു പറയണ ശ്രീകണ്ഠ സാറാണ്. അപ്പോൾ അനൗൺസ് ചെയ്ത് ആ മാസം തന്നെ ഇത് സംഭവിക്കുകയും ചെയ്തു. വേറൊരു മാസത്തിലേക്കും കൂടി പോയില്ല. കുറേ പരിപാടികളും ആ ബോംബെ, ഛത്തീസ്ഗഡ്, ദുബായ് അങ്ങനെ കുറേ സ്ഥലത്ത് പരിപാടിയും പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഘാടകരൊക്കെ നമ്മൾ അതിനോടൊക്കെ കോപ്പറേറ്റ് ചെയ്തു, എല്ലാവരും സഹകരിച്ച്. ഈ സുബിയുടെ മരണത്തോടുകൂടി ഇപ്പം മണിച്ചേട്ടൻ മരിച്ചിട്ട് ഒരുപക്ഷെ നമ്മൾ മറന്നിട്ടില്ല ഇപ്പോഴും. ഞാൻ മനസ്സിലാക്കുന്നത് സുബിയുടെ മരണം കഴിഞ്ഞും ഒരു ഇത്തരത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനും പറ്റില്ല. ഇപ്പോൾ മണിച്ചേട്ടൻ മരിച്ച് ഇത്രയും വർഷമായിട്ടും നമ്മൾ ഇത് ആവർത്തിച്ച് ഓർക്കുന്നതല്ലാതെ ഇന്നലെ സംഭവിച്ചതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അത് കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ ഒരുപക്ഷെ അങ്ങനെ ഒരു എക്സിസ്റ്റൻസും കൂടെ ഉണ്ടാവും. സുബിയെ നമ്മൾ അത്ര പെട്ടെന്ന് മറക്കില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അതെന്താന്ന്, സുബിനെ പോലെ സുബി മാത്രമേ ഉള്ളൂ. സീരിയലിലെ ആക്ട്രസ്മാർ കുറേ ഉണ്ട്, അതൊക്കെ ഒരേ ജോണറിൽ പോണത്. സുബിനെ പോലത്തെ വേറൊരാളെ നമുക്ക് കാണിക്കാൻ പറ്റണില്ല. അതുപോലെ തന്നെ മണിച്ചേട്ടൻ ഡേയ്സ്, ഞാൻ മണിച്ചേട്ടൻ്റെ കൂടി ഉണ്ടായിരുന്നതാണ് കുറേ നാൾ. ഒരു 19 സ്റ്റേജ് അങ്ങ് ഒരുമിച്ച് വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. പുള്ളിനെ പോലെ പുള്ളി മാത്രമേ ഉള്ളൂ, മണിച്ചേട്ടനെ പോലെ. പിന്നെ മണിച്ചേട്ടനെ ഉത്സവവേദികളാണെങ്കിലും പള്ളിപ്പറമ്പുകളാണെങ്കിലും നമ്മളിപ്പോൾ കലാഭവൻ്റെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ് നമ്മൾ. അപ്പം അവിടെ വന്നിട്ട് പറയും, കലാഭവൻ്റെ ഒരു പാട്ട് പാടാണ്ട് ഇവിടെ പോകാൻ പറ്റൂല എന്ന് പറയും. അപ്പം അതുപോലെ തന്നെ സുബിയുടെ ഓർമ്മകൾ ആളുണ്ടാവും. ഒരു പരിധി വരെ കുറേ നാൾ കൂടി നിൽക്കായിരിക്കും. എല്ലാവരും പോകും, എല്ലാ ഓർമ്മകളിൽ നിന്നൊക്കെ പോകും. ഇപ്പം എത്രയോ ലെജൻഡുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയേക്കണേ. പ്രേം നസീറിനൊക്കെ നമ്മൾ ഈ ജനറേഷനൊക്കെ ഇനിയിപ്പോൾ ഓർക്കുമോ? നസീർ സാറിനൊന്നും അങ്ങനെ കാലഘട്ടത്തിൽ. പക്ഷേ മണിച്ചേട്ടനും ഇവരൊക്കെ നിൽക്കുമെന്ന് വിചാരിക്കണം, നിന്നാ സന്തോഷം. ഈ സുബിയുടെ സ്വഭാവം കുറച്ചൊരു തൻ്റെ ഇടമുള്ള പാവമാണ്. തൻ്റെ ഇടം അഭിനയിക്കണായിരുന്നു, ഉള്ളുകൊണ്ട് പാവാണ്. ഇത് തൻ്റെ ഇടം അഭിനയിച്ചില്ലെങ്കിൽ പിടിച്ചിക്കാൻ പറ്റില്ലെന്ന് പറയണം. അങ്ങനെയാണ് മിക്കവരും. രാഹുലിനോടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ പ്രോഗ്രാംസിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സമയത്തിന് വരാത്തതോ അങ്ങനെയൊക്കെ? ഞാൻ ഡേറ്റ് മറന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കും. അതാണ് നമുക്ക് സുബിനോടൊക്കെ ബഹുമാനം തോന്നുന്നത്. കാരണം ഞാൻ ഡേറ്റുകൾ മറന്നിട്ടുണ്ട്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഇന്ന ദിവസമല്ലേ പോണേന്ന് നോക്കി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കറക്റ്റ് സമയത്ത് സ്റ്റേജിൽ ആളുണ്ടാവും. കറക്റ്റ് അത് സുബിയിൽ കണ്ടിട്ടുണ്ട്. അത് അശോകൻ ചേട്ടൻ, മണിച്ചേട്ടൻ, നാദൃഷക്ക, ഇവരൊക്കെ സ്റ്റേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര. ഞാൻ ഈ സ്റ്റേജിലൊക്കെ അയൺ ചെയ്യാണ്ടൊക്കെ ചെല്ലുള്ളൂ. ഈ അശോകൻ ചേട്ടനൊക്കെ എത്രയോ വലിയ ഹരിസി അശോകൻ ചേട്ടനൊക്കെ എത്രയോ വലിയ. പക്ഷെ ഞാൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവർ സ്റ്റേജിൽ തകർക്കണുണ്ട്. അപ്പോൾ അത്രയും ആരാധനയും ഗുരുതുല്യനാണ് നമുക്ക്. അപ്പോൾ പുള്ളി നമ്മളൊരു ഞാൻ ഈ ടീഷർട്ട് തന്നെ ഇടുന്നത് അയൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം പുള്ളി എന്ത് ചെയ്യും, നീ ഇങ്ങോട്ട് നോക്കട്ടെ എന്ന് പറയും. പുള്ളി അയൺ ചെയ്യും. ഡൗൺ ടു എർത്താണ് അശോകൻ ചേട്ടനൊക്കെ. അപ്പോൾ നമുക്ക് വിഷമവും. നമ്മൾ അപ്പോൾ അശോകൻ ചേട്ടനുള്ളപ്പോൾ നമ്മൾ അശോകൻ ചേട്ടനടുത്ത് അനുഗ്രഹം മേടിച്ചിട്ടൊക്കെ നമ്മൾ കയറുള്ളൂ. ഏറ്റവും സീനിയർ അശോകൻ ചേട്ടനാണ്. ഞാൻ ഒരു 2010 പോയ ഒരു ട്രിപ്പിൽ. അപ്പം അങ്ങനെ ഈ സുബിക്കും അങ്ങനെ ആളുകളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. നമ്മളിപ്പം മേക്കപ്പ് ഇല്ലെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് കയറാം. നമുക്ക് സ്റ്റേജിൽ അലപലാതിയാണ്, തോന്നണ പോലെ കയറി ചെല്ലും. ഞാൻ പിന്നെ വൺ മാൻ ഷോ അല്ലേ, നമുക്ക് നമ്മുടെ കാര്യം എന്നുള്ള സാധനം ആണ്. സ്കിറ്റിലൊക്കെ ഇവരൊക്കെ സ്റ്റേജിൽ ലെജൻഡുകളാണ്. അതുകൊണ്ടാണ് അവര് ഒരേ സമയം സ്റ്റേജിലും സിനിമയിലും പ്രഗത്ഭരായിരുന്നു. മറ്റ് പലരും ഒന്നില്ലെങ്കിൽ സ്റ്റേജിൽ ഒന്നില്ലെങ്കിൽ സിനിമയിൽ. ഇത് രണ്ട് ലെഗും പെർഫെക്റ്റ് ആണ്. ഇവര് സുബിയും അങ്ങനെ തന്നെ. സുബിനെ സിനിമയിൽ പോയിട്ടില്ല, സിനിമയിൽ പോകാൻ സമയമില്ലാണ്ടാണ്, അവസരമില്ലാണ്ടല്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സ്റ്റുഡിയോയിലാണ് സുധീറേട്ടനൊക്കെ വന്ന് പാരഡി പാട്ടുകളൊക്കെ. ഇത് നമ്മുടെ കൊച്ചിൻ കലാഭവന്റെ കീബോർഡിസ്റ്റ് റെൽസിന്റെ സ്റ്റുഡിയോ ആണ്. ഇവിടെ പല പ്രമുഖന്മാരും വരും. റെൽസൊക്കെ അവിടെ ഉണ്ട്, എല്ലാം എടുക്കനായ കീബോർഡിസ്റ്റ് ആണ്. കലാഭവന്റെ ലീഡിങ് ആണ്. ഇവിടെയാണ് നമ്മുടെ എന്താണ് KL7 മാമൻ, സാജമ്പള്ളി ചേട്ടൻ, പിന്നെ അങ്ങനെ ഒത്തിരി ആളുകൾ, രാജു കൊടിയൻ, വിനോദ്, അങ്ങനെ എല്ലാവരും ഇവിടെയാണ് ചെയ്യുന്നത്. ഒത്തിരി പാട്ടുകളും ഒത്തിരി സംഭവങ്ങളും ഇവിടെ നമ്മൾ എന്ത് ട്രിപ്പിന്റെ കേസ് ആണെങ്കിലും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാഹുലിന്? 2 ദിവസമായിട്ട് അല്ല, തിരക്ക് കൂടി കഴിയുമ്പോൾ നമ്മൾ സ്വയം ഒരു ബ്രേക്ക് എടുക്കും. മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമുക്കത്
പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ ഒന്നുമില്ലല്ലോ, ഫാമിലിയൊന്നുമില്ല, പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ദിവസം ലീവ് എടുത്ത് പുറത്തോട്ടൊന്നും ഇറങ്ങാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കും. ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ കൂട്ടുകാരനായിരിക്കണം അടുത്ത്. ഏറ്റവും കൂടുതൽ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. ഈ ഒറ്റപ്പെടേണ്ട കാര്യം പറയുമ്പോൾ ഈ സുബിയുമായിട്ട് പ്രോഗ്രാമായിട്ട് ഇങ്ങനെ എൻഗേജ്ഡായി നടന്നിട്ട് എന്നിട്ട് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ല. രാഹുൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വന്നു, ഒരു പ്രതീക്ഷ വന്നിട്ട് ആണ്. പക്ഷെ അത് നമ്മൾ അങ്ങനെ സുബി അങ്ങനെ മരിച്ചുപോയി, പിന്നെ ഞാൻ ഒറ്റപ്പെട്ട് അങ്ങനെ നമ്മൾ വിഷമിച്ച് ഈ വിഷമങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും ഒറ്റയ്ക്കിരുന്നു. അതൊരു മെൻ്റലി അത് ആ ഒരു ഒറ്റപ്പെടലും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ നമ്മ ഈ വിഷമങ്ങൾ നമ്മ റിപ്പീറ്റ് ചെയ്ത് ആസ്വദിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിലേക്കാവും. വേറെ മാർഗമില്ലാണ്ടാണ് അത്, അങ്ങനെ വരാറുണ്ട്. പക്ഷെ അത് എല്ലാ സിറ്റുവേഷൻസും മാനേജ് ചെയ്യാൻ പാടാണ്. പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ ബഹളത്തിനുള്ളിലായിരുന്നു. അത് ഒരു പരിധി വരെ അത് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം 3-4 പരിപാടിയൊക്കെ, ഒരു ദിവസം തന്നെ 3 ഞങ്ങൾ ചെയ്യും. കലാഭവന് 7 ടൈപ്പ് പരിപാടികളുണ്ട്. അപ്പോൾ അതിനകത്ത് 4-5 തന്നെയാണ് പ്രസാദനെ ഏൽപ്പിച്ചാണ്. അതിൻ്റെ വലിയൊരു ട്രസ്റ്റാണല്ലേ കലാഭവൻ, അറിയാലോ. അച്ഛൻ ചെറിയാൻ കുനിയന്തോടത്ത് ട്രഷറർ അലി അക്ബർ സാറ്, പുള്ളി CITൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയാണ്. അലി സാറ്, പ്രസാദേട്ടൻ. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് അവർക്ക് കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു എൻഗേജാണ് നമ്മൾ. പിന്നെ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒറ്റപ്പെട്ട് ഇവരൊക്കെ പോയി അവരവരുടെ വീട്ടിലേക്ക് പോയില്ലേ, പിന്നെ ഞാൻ ഒറ്റക്കായില്ലേ. അങ്ങനെ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. അങ്ങനെ ഉറങ്ങിപ്പോവും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് പോയി. അതാണ് ഇപ്പോഴത്തെ പരിപാടികൾ. കാനഡയിൽ നിന്ന് അമ്മയെ വിളിച്ചിട്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു രാഹുൽ. അപ്പം ഞാനില്ല ചോദിക്കുന്നുണ്ട്, സുബി വിളിച്ചായിരിക്കും. ഞാൻ നിൽക്കുമ്പോഴല്ല, ഞങ്ങൾ പ്രപ്പോസൽ എടുക്കണമെന്ന് ഫ്ലൈറ്റിൽ വെച്ചാണ്. തമാശക്ക് പറഞ്ഞു തുടങ്ങിയാണ്, എപ്പോഴും ഒക്കെ സീരിയസ് ആയി. അല്ല, അപ്പോഴെങ്ങനെയായിരുന്നു? ഒരു ഫെയർ ആയിട്ടായിരുന്നോ സമീപിച്ചത്? അതേ ഭയങ്കര ആഗ്രഹത്തോടുകൂടി? ചെറുപ്പമല്ലല്ലോ, അതുകൊണ്ട് അത്രയും ആഗ്രഹം ഇല്ല. ഇത് നല്ലത്, പ്രൊഫഷണലി നല്ലത്, ബുദ്ധിപരമായിട്ട് നീങ്ങിയാണ് രണ്ടുപേരും. കുറച്ചുകൂടെ ആലോചിച്ചിട്ടുള്ളൊരു സാധനമാണ്. കാരണം എടുക്കല്ലേ, രണ്ടുപേരും സ്റ്റേജിലെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നെക്കാളും എക്സ്പീരിയൻസ് സുബിക്കാണ്. ഞാൻ പക്ഷെ എനിക്ക് കോർഡിനേഷൻ നല്ലതാണ് എനിക്ക് തോന്നിയേക്കണത്. അതുകൊണ്ടാണല്ലോ നമ്മൾ കലാഭവൻ്റെ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിട്ട് വെച്ചേക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്യാൻവാസ് ചെയ്യാനൊക്കെ കുഴപ്പമൊന്നുമില്ല, പരിപാടികളൊക്കെ പിടിക്കും. അപ്പോൾ സുബിക്കാണെങ്കിൽ അത്യാവശ്യം കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഇവൻറ്റ് കമ്പനിയൊക്കെ തുടങ്ങാനൊക്കെ തീരുമാനിച്ചു. പിന്നെ അതങ്ങോട്ട് സെറ്റായില്ല. ഈ സങ്കടം എന്തായാലും വരും. പക്ഷെ പെട്ടുപോയിട്ടുണ്ടോ സങ്കടത്തിൽ? ആരെങ്കിലും വിളിച്ച് ഒക്കെ രാത്രിയൊക്കെ സംസാരിക്കേണ്ട ഒരു ഗതിയിലോ ഒരു കൗൺസിലിംഗ് എടുക്കേണ്ട ഒരു ഗതിയിലോ? ഇല്ല, അങ്ങനൊന്നുമില്ല. കാരണം അതൊക്കെ മറികടക്കാൻ പറ്റും, എനിക്ക് പറ്റിയിട്ടുണ്ട്. വിഷമമൊക്കെ തോന്നും. പിന്നെ നമ്മൾ യഥാർത്ഥ ഇതിനകത്തേക്ക് വരണ്ടേ, അല്ലാണ്ട് നമ്മൾ വെറുതെ സ്വപ്ന ലോകത്ത് നമ്മളിവിടെ ജീവിക്കല്ലേ. നമ്മുടെ വിഷമമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷമം. നമ്മൾ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ഇതിനെല്ലാം ദൂരം കഷ്ടപ്പെടുന്നവരും എന്തോരം മാർഗമില്ലാത്തവരൊക്കെ ഉണ്ട്. നമ്മുടെ ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഇത് വിധിയുള്ളൂ. അപ്പോൾ നമ്മളേലും ബുദ്ധിമുട്ടുള്ളവരെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, ആ സമയത്തൊന്നും ഇത് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് വിഷമം ഉണ്ടായില്ല. കാരണം ഒരു മരയിപ്പായിരുന്നു ആ സമയത്ത്. ഞാനൊന്നും അറിയണില്ല ആ സമയത്തൊക്കെ. കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ ആയതുകൊണ്ടേ നമ്മുടെ സമയം എടുത്തൊക്കെ ആണെങ്കിൽ രാഹുലിനുള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുമ്പോൾ അതെ അങ്ങനെ ഏതെങ്കിലും പ്രേമത്തിലേക്ക് വീണിട്ടുണ്ടായിരുന്നു? പറയുകയാണെങ്കിൽ പ്രേമം എത്ര വയസ്സിലും വേണമെങ്കിലും ആവാം, ഏജ് ഒരു പ്രശ്നമല്ല എന്ന് പറയാം. പക്ഷെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു നാണക്കേടല്ലേ നമ്മൾ ഈ ഇത്ര ഏജിലൊക്കെ ഇങ്ങനെ. അതൊരു മാതൃകയല്ല. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഹൈഡ് ചെയ്യുമായിരുന്നു. സ്വകാര്യമായിട്ട് ആലോചിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല? അതൊക്കെ പറയാൻ തോന്നില്ല, പറയാം, കുഴപ്പമില്ല. അങ്ങനെ ഫ്രീഡം ഉണ്ട്. അതാ അമിതമായ ഫ്രീഡം ഉണ്ട്. എന്തും പറയാം, അത് കുഴപ്പമൊന്നുമില്ല. അവിടെ നിങ്ങൾ പറയണത് നമുക്ക് താങ്ങിയാൽ മതി, അത്രേ ഉള്ളു. അതിനുള്ള ശക്തി നമുക്ക് ഉണ്ടായാൽ മതി. തിരിച്ചുള്ളത് അടിപൊളിയായിരിക്കും. സുബിനെ കണ്ട തമാശ ഒന്നും പറയില്ലെന്ന്, പക്ഷെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. ഒരുപാട് സിനിമകളൊക്കെ കാണണില്ലേ. രാഹുൽ കുറെ കാലമായിട്ട് സിനിമയൊന്നും കാണാറില്ല. 4 വർഷമായി സിനിമ കണ്ടിട്ട്. പക്ഷേ ഒരുപാട് സിനിമകൾ കണ്ടിരുന്നതാണ്.
എല്ലാ തിരക്കഥകളും പോയി മേടിക്കും. നമ്മുടെ CICC ജയചന്ദ്രൻ ചേട്ടൻ്റെ കടയിൽ പോയി മേടിക്കും. ഒരു 10-500 തിരക്കഥകൾ എൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെ സിനിമയോടുള്ളൊരു പാഷൻ കൂടി ഒരു സിനിമ കാണും, അതിൻ്റെ തിരക്കഥ അതെ വായിക്കും. പക്ഷെ ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാനൊരു സിനിമയിൽ അസിസ്റ്റായൊക്കെ പോയതാണ്. പച്ച പിടിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. നമുക്ക് പറ്റിയ പണിയല്ലാന്ന് പറ്റൂല, ഇങ്ങോട്ട് നിർത്തി ആ പണി അപ്പോൾ ഉപേക്ഷിച്ചോളണം. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഇടുന്ന് അഭിനയിക്കാൻ കേറിയിട്ടില്ലേ സിനിമയിൽ? ഞാൻ കൂട്ടെന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു 2004. അതിനുശേഷം ഈ അടുത്ത RDX എന്ന് പറയുന്ന സിനിമയിൽ ചെറുതായിട്ട് അവർക്കൊരു ഗാനമേള സംഘത്തിന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ അത് ഫേമസ് ആയിട്ടൊരു പാട്ടായിരുന്നു, സത്യനായക മുക്തിനായക എന്നുള്ള പാട്ടാണ്. അത് നിങ്ങളുടെ ദേശീയാനോടെ ശരിക്കും പറഞ്ഞാൽ. ഞാനാണെങ്കിൽ എനിക്ക് കാണാപ്പാട് വരുന്നത്. കാരണം കലാഭവന്റെ അല്ലെങ്കിൽ CACയുടെ ഒക്കെ ഫസ്റ്റ് ടൈറ്റിൽ സോങ് സത്യനായക മുക്തിനായകയാണ്. അപ്പൊ ഞാൻ ഒറ്റട്ടേക്കായിരുന്നു. അത് കാരണം അഭിനയിക്കാനൊന്നുമില്ല, അതാ പാടിയപ്പോരെ. അപ്പൊ അവര് ഒരു 10 മണിക്ക് ബ്രേക്ക് പ്ലാൻ ചെയ്തപ്പോ ഇത് 8:30 കഴിഞ്ഞ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അത് ഇവിടെ എന്റെ വീടിനടുത്തൊക്കെ തന്നെയാണ് അതിന്റെ ഷൂട്ട് നടന്നത്. ഈ സുബിക്ക് ഭാഷ അത്യാവശ്യം എല്ലാവരും കൈകാര്യം ചെയ്യും. ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഒക്കെ ലാംഗ്വേജ് ഉണ്ട്. അവരെങ്ങനെ സംസാരിക്കണം അതേ ടോണിൽ സംസാരിക്കും. അതിനകത്തൊക്കെ മേടിക്കായിരുന്നു. ഈ വീട്ടുകാര് ഇത് ഓവർകം ചെയ്തോ? അമ്മ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അവരൊന്നും ഓവർകം ആവൂല. ഇന്ന് പറയും, പക്ഷെ അത് പറയാൻ വരെ എത്തിയത് ഭാഗ്യാണ്. പറയാൻ വരെ എത്തി എന്ന് പറയാ എന്നേ ഉള്ളൂ. അത് അവരെത്തൂല. അവർക്ക് അമ്മക്ക് നമ്മുടെ മംഗളല്ലേ പോയത്. ബ്രദറിനാണെങ്കിൽ സിസ്റ്റർ പോയി, സുബി പോയി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര നഷ്ടമാണ്. അത് അവര് ഞങ്ങൾ ഓക്കെ ആണെന്ന് അവർ പറയുമെന്നുള്ളു. അവർ ഓക്കെ ഒന്നുമല്ല അവരൊന്നും. അവര് പിന്നെ മാക്സിമം അവരൊക്കെ നടക്കാൻ ശ്രമിക്കണ്ട, ട്രൈ ചെയ്യണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നുള്ളവർ അതിനകത്ത് വിജയിക്കുമെന്ന്. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വിങ്ങി പോവാറുണ്ട് അവര് എല്ലാവരും. എബി ആണെങ്കിലും അമ്മയാണെങ്കിലും. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സുള്ള ഒരാളായിട്ടാണ് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എബി അങ്ങനെ പിടിച്ചിക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല എബി ഒന്നും. അതിനേക്കാളും രാഹുൽ കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഞാനും കൂടി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും വലിയൊരു ട്രൂപ്പ് നയിക്കണല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഇച്ചിരി ഹാർഡായിട്ടൊക്കെ ഇരുന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നടക്കൂല, പണി നടക്കൂല. അല്ല പിന്നെ നമ്മളിതിപ്പോ ഇങ്ങനെ ആയിന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നമ്മൾ ഇത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. കൂടുതൽ നാശത്തിലേക്കല്ലേ പോവുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ഒരു ആലോചന എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ അമ്മയോ ആരെങ്കിലും ഒക്കെ സംസാരിച്ചോ അതിനെപ്പറ്റി? സുബിയുടെ അമ്മയൊക്കെ ഞാൻ വേറെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. പക്ഷെ അത് ആയി വന്ന അത് അതിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും പറയാനില്ല. അത് വന്നാ വന്ന്. രാഹുൽ ആലോചിച്ചോ എന്തെങ്കിലും അതിനെ പറ്റി? ഇല്ല. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊന്നും ആലോചിച്ചിട്ടില്ല. ആലോചിക്കാൻ ധൈര്യപ്പെടണം എന്നുള്ളതാണ്. ആലോചിക്കാനായിട്ട് അതിൻ്റെ ഒരു ആർജവം ഉണ്ടാക്കി എടുക്കണം. പിന്നെ എല്ലാം അറിഞ്ഞിട്ട് ഒരാൾ വരണ്ടേ. അങ്ങനെയുണ്ട്. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതൊക്കെ ഇനിയിപ്പോൾ ആരും പറയാണ്ടെന്നറിയാലോ. അതറിയാം. ഈ സ്റ്റേജ് കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, സുബി അങ്ങനെ ആയതുകൊണ്ട്, രാഹുൽ അങ്ങനെ ആയതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ എളുപ്പമാണ്. സ്റ്റേജ് എങ്ങനെയാണ്, ഒരു കുടുംബജീവിതം എങ്ങനെയായിരിക്കും, ഈ സ്റ്റേജ് ആർട്ടിസ്റ്റിന്റെ പോവാന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഇനി വരാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണ്ടേ അവര്? ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ഇതൊക്കെ കിട്ടി ജീവിതമാണ്. ഒരാൾ വന്നിട്ട് അത് ശരിയാവണമെന്നൊന്നും ഒരു ഉറപ്പൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്യാന്നുള്ളു. നന്നാ വന്ന് ഇതിപ്പോ ഞാൻ പ്ലാൻ ചെയ്തല്ലേ ഇപ്പൊ ഇങ്ങനെ ആയത്. ഞങ്ങൾക്ക് എന്തോരം പ്ലാനിങ് ഉണ്ടായിരുന്നു. വന്നാളും ഇതൊക്കെ ഒരു ലക്കാണ്. ഇതിപ്പോ ജീവിച്ച് തീർന്നാ പറയാ ജീവിതം നല്ലതാണ് ചീത്തയാണ്. അത് ആ ജീവിതം നല്ലതായിരുന്ന ചീത്തയാണെന്ന് അറിയാൻ പോലും നമുക്കിവിടെ പറ്റൂല. മരിച്ചു പോയിട്ട് നല്ല ജീവിതം വരും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. സമ്മാനമൊന്നുമില്ലത് നല്ല ജീവിതത്തിന്. അപ്പൊ കിട്ടി ഒത്തണെങ്കിൽ ഇപ്പൊ നമ്മുടെ മോശം അവസ്ഥയുള്ള എന്തോരം പേരുണ്ട്. കഷ്ടപ്പാട്. നമുക്കിപ്പോ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ അങ്ങനെ ആസ്വദിക്കാം. ഈ ഓർമ്മകൾ ഒരു പക്ഷെ നമ്മൾ ചില സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്, ചില സ്ഥലങ്ങളിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് പോവേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സുബിയുടേതായിട്ട് വീട്ടിൽ വെച്ചിരിക്കുന്നത് ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. ഇതൊന്നും നമ്മുടെ അനുമതി വേണ്ട. നമ്മുടെ ഈ ഓർമ്മകൾ നമ്മളിലേക്ക് വരാനായിട്ട്. നമ്മൾ രണ്ടാളാണല്ലോ ശരിക്കും പറയാം.
ഒരാളിങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിപ്പുണ്ട് നമ്മളെ. ഈ നമ്മളിൽ തന്നെ ഉള്ള ഒരാൾ ഈ കാര്യങ്ങൾ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരലായിട്ട് വേറൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. അത് ഈ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അത് എനിക്കും ഉണ്ട്. ഈ പറഞ്ഞ പോലെ സുബിയുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ സുബിയുടെ കാര്യങ്ങൾ വേറെ പല കാര്യങ്ങളൊക്കെ ഉള്ളിൽ ആലോചിക്കണൊക്കെ ഉണ്ട്. അതിങ്ങനെ നടക്കും എല്ലാ മനുഷ്യരിലുള്ള പോലെ. അതിനെ നമുക്ക് പ്രത്യേകിച്ച് ഇത് നമ്മുടെ അനുമതി ഇല്ലെങ്കിൽ പോലും ഓർമ്മകൾ കയറി വരില്ലേ. നമ്മ അനുവദിച്ചിട്ടാണ് നമ്മ ഇഷ്ടപ്പെടും. ഞാൻ ഇന്ന് ഒരാളെ പറ്റി ആലോചിക്കില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റുമോ? അത് പിന്നെയും പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു അനുവാദം വേണ്ട നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കയറി വരാനായിട്ട്. അവർ കയറി അവിടെ ഇരിക്കും. നമുക്ക് പിന്നെ ഓർക്കണ്ടെന്ന് വിചാരിക്കും തോറും ഓർക്കുള്ളൂ. അപ്പം അത് ഇതിന് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. അതെ അതെ. ഈ ആളുകളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ സുബിയുടെ ഓർമ്മകൾ വീണ്ടും വരുന്നത് ഒരു തരത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും കാണും എന്നെ തിരിച്ചറിഞ്ഞ അങ്ങനെ സുബിയുടെ രാഹുലല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഒരു ഇഷ്ടക്കുറവില്ല. പക്ഷെ അത് ഇഷ്ടം തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോ പരിപാടി ടെൻഷനിലൊക്കെ നിൽക്കുമ്പോൾ ഈ വന്നവരെ ബിഹേവ് ചെയ്യാൻ പറ്റാതിരിക്കൂലേ, അത് ഭയങ്കര വിഷമമാണ് എനിക്ക്. കാരണം അവരെന്ത് ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ ബിഹേവ് ചെയ്യും അതിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കണേ. അവരെ എനിക്ക് അയാളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റി, എനിക്ക് അയാളോട് മര്യാദക്ക് സംസാരിക്കാൻ പറ്റി. അപ്പം നമ്മൾ അത് ആലോചിച്ച് സ്വയം അഭിമാനിക്കും. അങ്ങനെ പറ്റാത്ത പല സന്ദർഭങ്ങളുണ്ട്. അതാ ഉള്ളു, അല്ലാണ്ട് വേറെ ഇല്ല. സുബിയെ ഓർക്കുമ്പോൾ ഏറ്റവും നല്ല പ്രോഗ്രാംസ് ഇപ്പോൾ കുട്ടിപ്പട്ടാളം ഭയങ്കര രസമായിട്ട് സുബി ചെയ്തൊരു പരിപാടിയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു പരിപാടി ഇരുന്ന് കണ്ട ഒരു പരിപാടി കുട്ടിപ്പട്ടാളമാണ്. എന്ന് വെച്ചാൽ സുബി അത് ഹാൻഡിൽ ചെയ്യുന്നത്, പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഈസി അല്ല. നമ്മളൊക്കെ പിള്ളേരെ തല്ലു വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. അത് കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ സുബി അത് ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് കൗണ്ടർ അടിച്ച് തിരിച്ചടിച്ച് ഭയങ്കര പിള്ളേരല്ലേ. പിള്ളേരെന്ന് വെച്ചാൽ എന്ത് പിള്ളേരാണ് കാണുമ്പോഴത്തേക്ക്. പക്ഷെ അത് ഭയങ്കര ഹാൻഡ്ലിങ് ആയിരുന്നു. സുബി പക്ഷെ ഭയങ്കര ഇത്ര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണെന്ന് നമുക്ക് തോന്നൂല. കാരണം പ്രത്യേകിച്ച് വായനാശീലം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ അതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഹ്യൂമർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അത് ജനത്തിൻ്റെ ഇടയിലില്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന. പക്ഷെ സുബിയുടെ അമ്മ നന്നായിട്ട് സംസാരിക്കും. അപ്പം ആ ഒരു ഇതാണ് കിട്ടിയേക്കണത്. അതെ, അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയാണ്. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കണം. അത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് സകല ആളുകളായിട്ടും വായനശാലയായിട്ടും എല്ലാ കൂട്ടുകാരും എല്ലാ രീതിയിലുള്ള കൂട്ടുകാരും ഉണ്ട് എനിക്ക്. എല്ലാ തലങ്ങളിലുള്ള കൂട്ടുകാരന്മാരുണ്ട്. അപ്പം നമുക്ക് എവിടത്തെ ഓരോ തലത്തിലുള്ള ഹ്യൂമറും നമുക്ക് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇതിനുള്ള അവസരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ ഭംഗിയായിട്ട് സുബി കൈകാര്യം ചെയ്യുന്നുണ്ട്. രാഹുൽ കലാഭവനിൽ എത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു ട്രൂപ്പൊക്കെ? ഞാനേ SNM കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു ആലുവശാരി എന്ന് പറയുന്ന ട്രൂപ്പിൽ കുറച്ച് പരിപാടിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് മഹാരാജ് പോയി. അപ്പോഴൊക്കെ മിമിക്രി തന്നെയായിരുന്നു? മിമിക്രിയാണ്. വീട്ടിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊന്നും അത്ര നല്ലൊരു സംഭവമല്ല എന്നും പറഞ്ഞാണ് അന്ന് നമുക്കിവിടെ വീട്ടിൽ ഞാനൊഴി എല്ലാ മക്കളും അധ്യാപകരാണ്. അപ്പം എനിക്ക് ആ അവസരം ഉണ്ടായിട്ട് അത് നശിപ്പിച്ച് എന്നുള്ള രീതിയിലാണ് വീട്ടുകാരുടെ ഒരു വാദം. മലയാളം. KG ശങ്കരപ്പിള്ളന്റെ ട്യൂട്ടറായിരുന്നു. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും പഠിച്ച് രക്ഷപ്പെടാൻ പോണില്ല. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ളൊരു സാറും കൂടിയാണ് അത്. അന്ന് ഞാൻ ഹരിശ്രീ എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ്. താൻ ഒരു കാര്യം ചെയ്യുക, അത് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയും. അവർക്ക് നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റി. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രെയിമിൽ നിന്ന് ഫുൾ ടൈം ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. കെയർലെസ് ആയിട്ട് ഇന്ന് ഒരു പരിപാടി നാളെ പരിപാടിക്ക് പോയില്ലെങ്കിൽ അടുത്ത ആളെ വിടാം. അങ്ങനെ. എന്നിട്ട് കലാഭവനിൽ എത്തുന്നത്? കലാഭവനിൽ നിന്ന് ഹരിശ്രീലാണ് ഞാൻ ആദ്യം വന്നത്. അവിടെ നിന്ന് പിന്നെ എന്നെ പെരുമ്പാവൂർ ഒരു വിശ്വൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ ജാഫർ ഇടിക്കില്ലേ, അവരാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് അതിനകത്തേക്ക്. അങ്ങനെ കുറേ നാൾ അവിടെ. പിന്നെ അത് കഴിഞ്ഞ് പോന്ന് നാദൃഷ്കാരുടെ കൂടെ കുറച്ചാളുണ്ടായിരുന്നു, മണിച്ചാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പരിപാടികൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ വലിയ ആളുകളെ വിളിച്ച് കൂട്ടം കൂട്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്ത് തുടങ്ങി. നല്ല പരിപാടിയാണ്. ഈ സുബിയിലേക്ക് എത്തുന്നത് സുബിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിന് വരാറുണ്ട്. പിന്നെ ലാസ്റ്റ് ട്രിപ്പ് ഇത്. പിന്നെ വേറെ കുറേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓസ്ട്രേലിയ, US ഒക്കെ. US വിസ അടിച്ച് വെച്ചേക്കാണ് ഞങ്ങൾക്ക്. പക്ഷേ അത് നീട്ടിയത്, അത് വേറൊരു മാസത്തേക്ക് നീട്ടി. അങ്ങനെ പരിപാടികളൊക്കെ വരും. ഈ സുബിയുടെ പേരിൽ കിട്ടിക്കൊണ്ടിരുന്ന പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഇട്ട് വരുന്നു. ഇപ്പോഴും അതിന്റെ ഏതെങ്കിലും തുടർച്ചകൾ ഉണ്ടാവുന്നുണ്ടോ?
ഉണ്ട്. ആ ഒരു കണക്ഷൻ വെച്ചിട്ടല്ലേ? സുബിനോടുള്ള ബഹുമാനവും ഇഷ്ടവും കൊണ്ടുള്ള അങ്ങനെ പരിപാടി ഏൽപ്പിക്കുന്നവരുണ്ട്. സുബിയുടെ കണക്ഷനിലുള്ളവർ, സുബിയുടെ അമ്മക്ക് പ്രോഗ്രാം വന്നാലും രാഹുലിനെ ഏൽപ്പിക്കാനേ പറയുള്ളൂ. എല്ലാവരും അങ്ങനെ ഓവർഫ്ലോ എന്നതൊക്കെ നമുക്ക് തരാറുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഈ രാഹുലിന്റെ അമ്മ എന്ത് കമന്റാ പറഞ്ഞത് സുബിയുടെ ഈ കാര്യത്തിൽ? ഇപ്പോ എന്താണ് അമ്മയുടെ ഒരു സ്റ്റാൻഡ്? അമ്മക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്ക് വിഷമമുണ്ട് ഇതിനകത്ത്. നമുക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ മാരേജ് നടക്കാത്തതിലൊക്കെ വിഷമം ഉണ്ടാവുമല്ലോ. അതുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നമുക്ക് കൂട്ടുകാർക്കുണ്ട് അങ്ങനെ. പക്ഷെ എന്നാലും അമ്മമാരെ വിഷമം അവർക്കുള്ളൂ ശരിക്കുള്ളത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഈ സുബിക്ക് മുമ്പേ രാഹുൽ ശരിക്കും മാരേജ് എന്ന് പറഞ്ഞ രീതിയിൽ കല്യാണം ആലോചിച്ച് പോയിട്ടില്ല. ഇല്ല, അത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അത് നമ്മുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കാണ്ട് പറ്റണതാണ്. അത് ആ സമയത്തൊക്കെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നടന്ന് കെയർലെസ് ആയിട്ട് നടന്ന് ഇതാണ് ജീവിതം എന്നൊക്കെ കരുതി. തന്നെ ജീവിതം അത്രേ ഉള്ളൂ. കല്യാണം കഴിക്കാണ്ട് ജീവിക്കാം, അതിനൊരു ധൈര്യം വേണമെന്നുള്ളു. ബോറിംഗ് ഒന്നുമില്ല, അങ്ങനെ ബോറടിക്കുന്ന ഒരു ഫീൽഡിലല്ലല്ലോ. ദിവസവും തിരക്കോട് തിരക്ക്. പക്ഷെ ആവും, ബോറടി ആവും. നമ്മൾ എന്തെങ്കിലും ഒരിക്കലും നമ്മൾ ഇതിൽ നിന്ന് ഔട്ടാവും. അപ്പം നമ്മൾ ചെറിയ പ്രതിസന്ധിയിലൊക്കെ വരും. പിന്നെ നമ്മൾ കോർഡിനേഷൻ ആകുമ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാം. പിന്നെ എന്നാലും ഏത് ജോലിയിൽ നിന്നും നമ്മൾ റിട്ടയർമെൻറ്റ് വേണമല്ലോ. നമ്മൾ വരുമ്പോഴുള്ള പ്രഗത്ഭര് പലരും ഇപ്പം ഇല്ല, ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ഫീൽഡിലില്ല. അല്ല, ലെജൻഡുകൾ നിൽക്കും, നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉൾവലിഞ്ഞു പോകും. അപ്പോൾ സുബിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ്. ഈ ഒരു വർഷം കഴിഞ്ഞ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് പറഞ്ഞത്. നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഓർക്കും. അതിൽ എവിടെ നമ്മുടെ തലയിൽ എവിടെ ഉണ്ട്, ഇത് ഒരു ഏതൊരു സ്പേസിൽ ഒരു പീസായിട്ട് ഇരിപ്പുണ്ട്. അത് അമ്മക്കും ഉണ്ടാവും, എബിക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഇപ്പം ആളുകൾ എന്നെ കാണുമ്പോൾ സുബിയുടെ കാര്യം അപ്പം ആലോചിക്കും ആളുകൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു കേസായതുകൊണ്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ടെലിവിഷനിലൂടെ അനൗൺസ് ചെയ്ത് ആ മാസം തന്നെ സംഭവിച്ച്. കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. എല്ലാവരുടെയും മലയാളികളുടെ മനസ്സിൽ സുബിയും രാഹുലും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെ തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓർമ്മദിനം അങ്ങനെ കടന്നു പോട്ടെ, നമുക്കത് മറികടക്കാം. ഓക്കെ, താങ്ക് യു. നന്ദിയുണ്ട് സംസാരിക്കാൻ.